അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് അതിശക്തമായ വിമർശനം കോടതിയെ സംബന്ധിച്ച് കോടതി അത്ഭുതം കൂറുകയാണ്. കാരണം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ സഹായം സംസ്ഥാനം ആവശ്യപ്പെട്ട് അങ്ങോട്ട് കത്തയക്കുമ്പോൾ പകരം നിങ്ങളിതാ 2006 മുതൽ നൽകാനുള്ള കണക്ക് അങ്ങോട്ട് പിടിച്ചോളൂ എന്ന് പറഞ്ഞ് 2006, 16, അതിനുശേഷം 2017, ഇപ്പോൾ 24 അങ്ങനെ കണക്കുകൾ ഇങ്ങോട്ട് തരികയാണ്. എയർലിഫ്റ്റിൻ്റെ അടക്കം ചാർജ് ഈടാക്കാൻ ഉള്ള ഒരു തിടുക്കം, ഒരു ദുരന്തത്തിന്റെ കണക്ക്, ഒരു ദുരന്തത്തിലെ സഹായം അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോഴാണോ ചോദിക്കുന്നത് എന്ന് കോടതി അത്ഭുതം കൂറുകയാണ്. എന്താണ് ഇതിൽ BJPക്ക് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട കോടതി ഇന്ന് ചോദിച്ചു എന്ന് പറയുന്ന ചോദ്യം സ്വാഭാവികമായും കഴിഞ്ഞ 11-ാം തീയതി സംസ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു അഫിഡവിറ്റിലും ഒപ്പം ഇന്നലെ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള മറ്റൊരു അഫിഡവിറ്റിലും പറഞ്ഞിട്ടുള്ള ഈ എയർലിഫ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബില്ലും അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസിനെ സംബന്ധിച്ചാണ് കോടതി ഈ സമയത്താണോ ചോദിക്കുക എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ഇനി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ വിശദീകരണങ്ങൾ വരട്ടെ, നമുക്ക് ആ ഘട്ടത്തിൽ അത് പരിശോധിക്കാം. പക്ഷെ അതിലൊരു ചെറിയ കാര്യമുള്ളത്, ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഏതെങ്കിലും ഒരു കട്ട് ഓഫ് ഡേറ്റ് ഇതിന് ഇത്രാം തീയതിക്കുള്ളിൽ കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള യാതൊരു കാര്യവും ആ ബില്ലിനകത്തില്ല. മാത്രമല്ല, ഈ ബില്ല് സാധാരണ നിലക്ക് ഒരു സർക്കാർ സംവിധാനം ഏതെങ്കിലും ഒരു ഡ്യൂ ഉണ്ടാകുമ്പോൾ ആ ഡ്യൂവിനെ സംബന്ധിക്കുന്ന ബില്ല് കൊടുക്കുന്നത് അതുവരെയുള്ള ഡ്യൂസ് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഇത്രാം തീയതിക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ സംസ്ഥാനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആ ഭാഗത്ത് ആ ഓർഡർ വായിക്കുന്ന സമയത്തോ അതിന്റെ ബില്ല് വായിക്കുന്ന സമയത്തോ ഒരു ഘട്ടത്തിലുമില്ല. കേന്ദ്രം അയച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രി അയച്ചു എന്ന് പറയുന്ന ബില്ല് 2006, 7/2/2006 മുതൽ ഇങ്ങോട്ടേക്ക് ഏതാണ്ട് ഇപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബില്ല് വരെയുള്ള ചേരുന്നതാണ് ഈ 132 കോടി രൂപയുടെ. അതിൽ 13.5 കോടി രൂപയാണ് ഇപ്പോഴത്തെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബില്ല് അതിൽ വരുന്നത്. അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് NDRFന്റെ ഭാഗമായി കൊടുക്കുന്ന പണവും സംസ്ഥാന ഗവൺമെന്റിന്റെ ഷെയർ SDRFിലേക്ക് വരുന്നതിന് കൂടി ഭാഗമായിട്ടുള്ള പണം എടുത്തിട്ടാണ് ഏതൊരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ ചെലവാക്കാൻ വേണ്ടി കഴിയുക. അത് തമിഴ്നാടിനെ സംബന്ധിച്ചാണെങ്കിലും മഹാരാഷ്ട്രയെ സംബന്ധിച്ചാണെങ്കിലും ഗുജറാത്തിനെ സംബന്ധിച്ചാണെങ്കിലും മറ്റേതൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിലും അങ്ങനെ മാത്രമേ ചെലവാക്കാൻ കഴിയൂ. അത് കൊടുക്കുന്ന തീയതിയെ സംബന്ധിച്ചാണ് പിന്നെ നമുക്കൊരു ആശങ്ക ഉണ്ടാകേണ്ട സാഹചര്യമാണ്. അതിൽ ഞാൻ ശ്രീ മോഹൻ വർഗീസിന്റെ നിരീക്ഷണങ്ങളോട് ഞാൻ യോജിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാരണം, NDRF ആ തരത്തിൽ ഒരു ദുരന്തമുണ്ടാകുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് NDRFന്റെ ഭാഗമായി ഫണ്ട് SDRFിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെയും 30-ാം തീയതി ഉണ്ടായിട്ടുള്ള ദുരന്തത്തിന് 31-ാം തീയതി തന്നെ 145 കോടി രൂപ മാറ്റിയിട്ടുണ്ട്. അതിൽ എത്ര കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നാളിതുവരെയുള്ള ചെലവിനെ സംബന്ധിക്കുന്ന ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ കൊടുത്തതിൽ പറയുന്നത് 77.9 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചുള്ള മറ്റൊരു കണക്ക് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ കയ്യിൽ 700.5 കോടി രൂപ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തിന്റെ കയ്യിലുണ്ട്. 638 കോടി രൂപ 2022-ലെയും 2023-ലെയും പ്രളയ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ മഴക്കെടുതി കാലഘട്ടത്തിലോ ഉണ്ടായിട്ടുള്ള റോഡുകളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ആകെ സംസ്ഥാനത്തിന്റെ കയ്യിൽ ആ നിലയിൽ ബില്ലുകൾ കൊടുത്തു തീർത്താൽ കയ്യിലുണ്ടാകുന്ന ബാലൻസ് തുക എന്ന് പറയുന്നത് 61.53 കോടി രൂപയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ 700 കോടി രൂപയിൽ 77.9 കഴിച്ചാൽ ഏകദേശം 638 കോടി രൂപ നിലവിലുണ്ട്. അത് കൊടുത്തു തീർന്നിട്ടില്ല, അത് കൊടുക്കാൻ വകയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതാണ് ബഹുമാനപ്പെട്ട കോടതി കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ കൊടുത്താൽ മാത്രമേ ഫണ്ട് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകൂ എന്നുള്ളതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഘട്ടത്തിൽ ഈ SDRFിനെ സംബന്ധിച്ചാണെങ്കിലും NDRFിനെ സംബന്ധിച്ചാണെങ്കിലും അതിന്റെ ചെലവാക്കുന്ന തുകക്കനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടത്തിനോ ദുരന്തത്തിനോ അനുസരിച്ചിട്ടാണ് വീണ്ടും ഫണ്ട് അലോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 31/3/2024, അതായത് ദുരന്തമുണ്ടാകുന്നതിന് മുൻപുള്ള ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ 394 കോടി രൂപയാണ് NDRFന്റെ ഫണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തെ SDRFന്റെ ഫണ്ടിൽ ഉള്ളത്. ആ 394 കോടി രൂപ അതിന്റെ കൂടെയാണ് പിന്നീട് 145 കോടി രൂപ വീതം 145.6 കോടി രൂപ വീതം 2 ഘട്ടങ്ങളിലായി വരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളത്, ഇനി ഞാൻ ഇതിനെ സംബന്ധിക്കുന്ന കണക്കുകളോ ഇതിന്റെ രാഷ്ട്രീയമോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളോ ഈ ചർച്ചയിൽ ഞാൻ സ്മൃതി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.